ഒരു ദിവസം ഡാക്കിനി കുട്ടൂസിന്റെ വീട്ടിലെത്തി. കുട്ടൂസ, കുട്ടൂസ, കുർ മുർ, ഹി ഹി ഹി. ഉറക്കമാണെന്ന് തോന്നുന്നു. ഏതായാലും അകത്ത് കയറാം. ഏ കുർ മുർ. എൻ്റെ അമ്മേ, പുട്ടാലുവിനെന്താ ഈ വീട്ടിൽ കാര്യം? ഭാഗ്യം, പുട്ടാലു ഉണർന്നില്ല. കുട്ടൂസിനെ ഒന്ന് മൊബൈലിൽ വിളിച്ചു നോക്കാം. ഹലോ കുട്ടൂസ, എവിടെയാ? അതെ, കുട്ടൂസന്റെ വീട്ടിൽ. പുട്ടാലു അല്ലേ? ഹി ഹി ഹി. ഏ അതെങ്ങനെ മനസ്സിലായി? കുട്ടൂസനിപ്പോ എവിടെയാ? ഞാനും ലുട്ടാപ്പിയും പുട്ടാലുവിന്റെ ഗുഹയിൽ. ഹി ഹി ഹി. ഏ ഷോ, നിങ്ങൾ അവിടെ, പുട്ടാലു ഇവിടെ. ഒന്ന് തെളിച്ചു പറ കുട്ടൂസ. അല്ലെന്നേ, ഇതൊരു മൊബൈൽ ആപ്പിന്റെ കളിയാ. ആപ്പ് തുറന്ന് നമ്മൾ ആരുടെയെങ്കിലും പേര് വോയിസ് ആയി ഇട്ടാൽ മതി. നമ്മളും അവരും പരസ്പരം വീട് മാറും. തിരിച്ചു വരാൻ നമ്മുടെ സ്വന്തം പേര് തന്നെ വോയിസ് മെസ്സേജായി ഇടണം. പുട്ടാ വീട്ടിൽ ഉറക്കമാണെന്ന് ഉറപ്പു വരുത്തിയിട്ടാ ഞാനിവിടെ വന്നത്. ലുട്ടാപ്പി കുന്തത്തിലും വന്നു. ഹി ഹി. പക്ഷേ വന്നത് വേസ്റ്റായി. ഇവിടെ കാര്യമായി ഒന്നുമില്ല. ഞങ്ങൾ അങ്ങോട്ട് വരികയാ. കുട്ടൂസൻ സ്വന്തം പേര് വോയിസ് മെസ്സേജായി ഇട്ടു. കുട്ടൂസൻ. എത്തി. ഭൂം. പുട്ടാല് സ്വന്തം വീട്ടിൽ എത്തിക്കാണും. ഹി ഹി ഹി. ലുട്ടാപ്പി പിന്നാലെ വരും കുന്തത്തിൽ. ഈ പരിപാടി സൂപ്പറാ കേട്ടോ. ഞാൻ ആ രാജുവിൻ്റെയും രാധയുടെയും വീട്ടിലൊന്ന് പോയി വരാം. അന്നേരം അവർ ഇവിടെ എത്തും. പിടിച്ചു കെട്ടിയിടണം. മായാവി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പ്രശ്നമാണല്ലോ. ഹാ, ഒരു സൂത്രമുണ്ട്. വോയിസ് ഇട് കുട്ടൂസ. രാജു, രാധ. ആപ്പ് തുറക്കട്ടെ. ഹാ, തുറന്നു. ഓം ഹ്രീം ക്രോം ക്രോം. പറ പറ തവളെ. പെട്ടെന്ന് ക്രോം 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 ക്രോം. തവള. കുട്ടൂസൻ തവള എന്ന് പറഞ്ഞതോടെ അയ്യോ, കിണറ്റിൽ വീണേ. തവള കുട്ടൂസിന്റെ വീട്ടിലും. ക്രോം ക്രോം. സ്വന്തം പേര് പറഞ്ഞ് തിരിച്ചു വാ കുട്ടൂസ. നടപ്പില്ല. വെള്ളത്തിൽ വീണ് മൊബൈൽ കേടായി.